ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് എനിക്ക് വട്ടായെന്നാണ് നിങ്ങൾ ഓർക്കണ. അതൊന്നും അല്ലട്ടാ, നമ്മുടെ കോമണറായ അനീഷില്ലേ, അനീഷ് ഇങ്ങനെയാണ് എന്തെങ്കിലും ഹൗസിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്താണെന്ന് അറിയില്ല, അത് കാണാൻ രസമുണ്ട്. പക്ഷേ ആ BBA ഹൗസിലുള്ളവർ എങ്ങനെയാണ് അതൊക്കെ സഹിക്കണമെന്ന് അറിയില്ല. എങ്കിലും ഒരു കാര്യം തന്നെ 3 തവണയെങ്കിലും അനീഷ് പറയും. രാവിലെ നല്ല നല്ല ഉഗ്രൻ ഒരു പാട്ടൊക്കെ വെച്ച് കൊടുത്ത് എല്ലാവരും പുറത്തു വന്ന് ഡാൻസൊക്കെ കളിച്ചു. നമ്മുടെ വേടൻ്റെ പാട്ടൊക്കെ ഉണ്ട് വെച്ച് കൊടുത്തത്. അതൊക്കെ കഴിഞ്ഞ് അവർ അകത്ത് പോയി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നെവിനെയാണ്. നെവിനാണെങ്കിൽ ഒരു ബാത്റൂമിൻ്റെ അടുത്തുള്ള ഒരു മിററിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് അവിടെ ഒരു ഫ്ലവർ വേഴ്സ് ഉണ്ടായിരുന്നു. ആ ഫ്ലവർ വേഴ്സിലേക്ക് നമ്മുടെ ആര്യക്ക് കിട്ടിയ ബാൻഡ് ഉണ്ടല്ലോ, കയ്യിൽ കിട്ടിയിരുന്ന ആ ബാൻഡ് എടുത്തുകൊണ്ട് പോയി ആ ഫ്ലവർ വേഴ്സിൽ ഒളിച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് ബിഗ് ബോസിനോട് പറയേണ്ടത്, ബിഗ് ബോസ് ഞാനിതിവിടെ ഒളിച്ചു വെക്കുകയാണ്, ഞാൻ ഇത് വേറൊന്നും ചെയ്യുന്നില്ല. ബിഗ് ബോസ് എന്തെങ്കിലും എനിക്ക് ഡ്രസ്സ്, നെവിന് കഴിഞ്ഞ ദിവസം തന്നെ നെവിൻ്റെ ഡ്രസ്സ് അത്ര താല്പര്യമായിട്ടില്ല ഇട്ടേക്കണത്. അപ്പോൾ എനിക്ക് ഡ്രസ്സ് തരുന്നത് വരെ ഇതിവിടെ ഇരിക്കും, ഞാൻ ഇതിവിടെ ഒളിപ്പിച്ചു വെക്കണേന്നും പറഞ്ഞ് ബിഗ് ബോസിനെ കാണിച്ചുകൊണ്ട് തന്നെ അവിടെ ഒരു മിററിൻ്റെ അടുത്തുള്ള ഒരു ഫ്ലവർ വൈസിൻ്റെ ഉള്ളിൽ ഈ ബാൻഡ് വെക്കുന്നുണ്ട്. പിന്നീട് മോർണിംഗ് ആക്ടിവിറ്റിയാണ് അടുത്ത് നടന്നത്. അതായത് ഓമനപ്പേരിടുക. ഒരാൾ ഗ്രൂപ്പിൽ നിന്നും 2 പേരെ വിളിക്കുക. അതിൽ ഒരാൾ ഇഷ്ടമില്ലാത്ത ആളായിരിക്കണം, ഒരാളെ ഇഷ്ടമുള്ള ആളായിരിക്കണം. എന്നിട്ട് 2 പേർക്കും ഓരോ പേര് കൊടുക്കണം, ഓരോ ഓമന പേര് കൊടുക്കണം. അതെന്തുകൊണ്ടാണ് ആ പേര് കൊടുത്തതെന്ന് കാരണവും പറയണം എന്ന് പറഞ്ഞ് ബിഗ് ബോസ് ഒരു മോർണിംഗ് ആക്ടിവിറ്റി കൊടുക്കുന്നുണ്ട്. അതിൽ ആദ്യം തന്നെ വരുന്നത് നമ്മുടെ പനി ശരത്താണ് വരുന്നത്. പനി ശരത്ത് വന്നിട്ട് പറയുന്നുണ്ട്, എനിക്കിഷ്ടമില്ലാത്ത ആൾ അനീഷാണ്, അനീഷിനെ ഞാൻ മുള്ളംപന്നി എന്ന് വിളിക്കുന്നു. എനിക്കിഷ്ടമുള്ള ആൾ ആര്യയാണ്, ആര്യയെ ഞാൻ ചിരിക്കുടുക്ക എന്ന് വിളിക്കുന്നു എന്നും പറയുന്നു. രണ്ടാമത് വരുന്നത് മുൻഷി രഞ്ജിത്താണ്. മുൻഷി രഞ്ജിത്ത് ഏറ്റവും ഇഷ്ടം ആദില നൂറയാണ്, അവരെ ഞാൻ പൂമ്പാറ്റകൾ എന്ന് വിളിക്കുന്നു. ഇഷ്ടമില്ലാത്തത് റെന ഫാത്തിമയാണ്. റെന ഫാത്തിമയാണ് എനിക്കിഷ്ടമില്ലാത്തത്. ഡിഖാനു എന്നെന്തോ ആണ്, അങ്ങനെയാണ് നമ്മുടെ രഞ്ജിത്ത് റെനയെ പറയുന്നത്. മൂന്നാമത് വരുന്നത് ബിന്നിയാണ്. ബിന്നി വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സരികയാണ്, അതുകൊണ്ട് ഞാൻ മാധുരി എന്ന് പേരിടുന്നു. എനിക്കിഷ്ടമില്ലാത്തത് അനീഷിനെയാണ്, അതുകൊണ്ട് ഞാൻ ചുറിയാമ്പുഴു എന്ന് പേരിടുന്നു. നാലാമത് ബിൻസി വരുന്നു. ഇഷ്ടമുള്ള ആൾ അനുവിനെയും പാവക്കുട്ടി എന്ന് പേരും, ഇഷ്ടമില്ലാത്ത ആൾ അനീഷിനെയും ഫേക്കൂട്ടൻ എന്ന് പേരും ഇടുന്നുണ്ട്. പിന്നീട് വരുന്നത് നെവിനാണ്. നെവിൻ വന്നിട്ട് അവളെ ഇഷ്ടമുള്ള ആളായിട്ടും ക്യൂട്ടി എന്ന് പേരിടുകയും അനീഷിനെ ഇഷ്ടമില്ലാത്ത ആളായിട്ട് പറയുകയും വെരുവുണ്ണി എന്ന് പേരും നൽകുന്നുണ്ട്. പിന്നീട് വരുന്നത് റെനയാണ്. റെന വന്ന് ഇഷ്ടമുള്ള ആളെ വിളിക്കുന്നത് ജീസേനാണ്. ചങ്ക് എന്ന് പേര് കൊടുക്കുന്നു. ഇഷ്ടമില്ലാത്ത ആൾ ഒനിയൻ സാബുവിനെയാണ്. അടുക്കള വീരൻ എന്ന പേരും നൽകുന്നുണ്ട്. അടുത്തത് വന്നത് നമ്മുടെ ആര്യയാണ്. ആര്യ വന്നിട്ട് ഇഷ്ടമുള്ള ആൾ അപ്പാനി ശരത്താണെന്നും അദ്ദേഹത്തിന് അപ്പുക്കുട്ടൻ എന്ന പേരും, ഇഷ്ടമില്ലാത്ത ആൾ മുൻഷി രഞ്ജിത്ത് ആണ്, മുഷിനി എന്ന പേരും നൽകുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഒനിയൻ സാബു വരുന്നുണ്ട്. ഇഷ്ടമുള്ള ആൾ റെനയാണെന്നും റെനയ്ക്ക് സിർലാക്ക് എന്ന പേരും, ഇഷ്ടമില്ലാത്ത ആൾ അനീഷാണ്, അദ്ദേഹത്തിന് റേഡിയോ എന്ന ഓമന പേരും കൊടുക്കുന്നുണ്ട്. പിന്നീട് വരുന്നത് അക്ബറാണ്. അക്ബർ വന്നിട്ട് ഒനിയൻ സാബുവിനെ മിസ്റ്റർ പെർഫെക്റ്റ് എന്നും ഇഷ്ടമുള്ള ആളെന്നും പറയുന്നു. ഇഷ്ടമില്ലാത്ത ആൾ രേണു എന്നും രേണുവിന് സെപ്റ്റിക് ടാങ്ക് എന്നും പേര് നൽകുന്നുണ്ട്. പിന്നീട് ഷാനവാസ് വരുന്നു. മുൻഷി രഞ്ജിത്തിന് ഇഷ്ടമുള്ള ആളായിട്ടും ഫ്രീക്കൻ എന്ന പേര് നൽകുന്നു. ഇഷ്ടമില്ലാത്ത ആൾ അക്ബറാണെന്നും അക്ബറിനെ ടുട്ടുമോൻ എന്ന പേര് നൽകുന്നുണ്ട്. അടുത്തത് അഭിലാഷ് വരുന്നുണ്ട്. അഭിലാഷ് വന്നിട്ട് ഒനിയൻ സാബുവിനെ മച്ചാൻ എന്ന പേരും ഇഷ്ടമുള്ള ആളായിട്ട് പറയുന്നുണ്ട്. ഇഷ്ടമില്ലാത്ത ആൾ മുൻഷി രഞ്ജിത്താണെന്നും അദ്ദേഹത്തിന് ഇരുതലമൂരി എന്ന പേരുമാണ് നൽകുന്നത്. പിന്നീട് ശൈത്യ വരുന്നു. ശൈത്യക്ക് ഇഷ്ടം അനുമോളെയാണ്. അനുമോൾക്ക് പിങ്കി എന്ന പേരും, ഇഷ്ടമില്ലാത്ത ആൾ അനീഷാണെന്നും അദ്ദേഹത്തിന് ടിൻറ്റുമോൻ എന്ന പേരും നൽകുന്നുണ്ട്. പിന്നീട് വരുന്നത് ശാരികയാണ്. ശാരികയ്ക്ക് ഇഷ്ടം ആദില നൂറയാണ്. അതിലൂലാവു മൂൺസ് എന്നെന്തോ പേരാണ് നൽകുന്നത്. ഇഷ്ടമില്ലാത്ത ആൾ അനീഷിനെയാണ്. അനീഷ് അട്ടർ വേസ്റ്റ് എന്നുമുള്ള പേരും കൊടുക്കുന്നുണ്ട്. പിന്നീട് രേണു വരുന്നുണ്ട്. രേണുവിന് ഏറ്റവും ഇഷ്ടം ആദില നൂറേനെയാണ്. അവർക്ക് മിട്ടു മിന്നു എന്ന പേര് നൽകുന്നുണ്ട്. ഇഷ്ടമില്ലാത്ത ആൾ അക്ബറാണെന്നും അദ്ദേഹത്തിന് വേട്ടപ്പട്ടി എന്ന പേരുമാണ് രേണു പറയുന്നത്. പിന്നീട് അനുമോൾ വരുന്നുണ്ട്. ഇഷ്ടമുള്ള ആൾ നെവിനാണെന്നും അദ്ദേഹത്തിന് ഉണ്ണിക്കുട്ടൻ എന്ന പേരും, ഇഷ്ടമില്ലാത്ത ആൾ അക്ബറാണെന്നും അദ്ദേഹത്തിന് പാഷാണത്തിൽ കൃമി എന്ന പേരുമാണ് നൽകുന്നത്.
പിന്നീട് ആദില നൂറ വരുന്നുണ്ട്. അവർക്ക് ഇഷ്ടം അപ്പാനി ശരത്തിനെയാണ്. ഒരു അണ്ണാറക്കണ്ണൻ എന്ന് പേര് നൽകുന്നുണ്ട്. ഇഷ്ടമില്ലാത്ത ആള് അനീഷാണ്. അതിന് അപ്പി എന്ന പേരും നൽകുന്നുണ്ട്. ഏറ്റവും അവസാനം വരുന്നത് അനീഷാണ്, ക്യാപ്റ്റൻ. അനീഷ് പറയുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടം റെനയാണ്. പൂവ് എന്ന ഒരു പെറ്റ് നെയിമാണ് ഞാൻ കൊടുക്കുന്നതെന്നും ഇഷ്ടമില്ലാത്ത ആള് അനു ആണ്. അനുവിന് ഞാൻ ചതിയത്തി എന്ന പേരുമാണ് നൽകുന്നതെന്നും പറയുന്നുണ്ട്. അങ്ങനെ ആ മോർണിംഗ് ആക്ടിവിറ്റി അവിടെ തീർന്നു. പക്ഷെ നമ്മുടെ രേണുവിന് സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് വളരെയധികം സങ്കടമായിട്ടുണ്ട്. അത് സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞപ്പോൾ ആ ഗ്രൂപ്പിലുള്ളവർക്ക് തന്നെ, അതായത് ആ ബി ഹൗസിലുള്ളവർക്ക് മിക്കവർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം രേണു അത് സങ്കടമുണ്ടെങ്കിൽ പോലും അത് കാണിക്കാതെ ഒറ്റയ്ക്ക് റൂമിൽ നടന്ന് ഞാൻ ജീവിതത്തിൽ ഈ പേര് എന്നെ ആരും വിളിച്ചിട്ടില്ല, പാഷാണത്തിൽ കൃമിയെന്നോ മറ്റുള്ള എന്തെങ്കിലും പേര് വിളിക്കായിരുന്നു, ഇത്രയും വേണ്ടായിരുന്നു, ഇത്രയും വൃത്തികെട്ട ഒരു വാക്കാണ്, ഇതെന്തിനാ വിളിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ നമുക്കത് ആ പേര് അങ്ങനെ വിളിക്കണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയിട്ടാ. അക്ബർ അങ്ങനെ ഒരു പേര് പെറ്റ് നെയിം കൊടുത്ത് എന്താണെന്ന് അറിയില്ല. പക്ഷെ അതൊട്ടും ശരിയായില്ലെന്ന് തോന്നുന്നത്. എന്നാൽ രേണു ആണെങ്കിലും തിരിച്ച് അതിന് പകരമായിട്ട് വേട്ടപ്പട്ടി എന്ന് പറയുന്നുണ്ട്. അത് രേണുവിനെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചുകൊണ്ടായിരിക്കാം. രേണു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, പ്രേക്ഷകരോട് പറയുന്ന പോലെ പറയുന്നുണ്ട്, നിങ്ങൾ കേൾക്കുന്നുണ്ടോ, ഞാൻ പുറത്തുനിന്ന് വന്നിട്ട് എന്നെ ഇങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ അറിയുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജനങ്ങളിലേക്ക്. ആ ഒരു സിറ്റുവേഷൻ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് രേണു അങ്ങനെ പറയുന്നത്. പിന്നെ കിടന്നുകൊണ്ട് പറയുന്നുണ്ട്, കൈകാലുകളായിട്ട് അടിക്കുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയോ ഒരു വിഷമം പുള്ളിക്കാരത്തിൻ്റെ മനസ്സിലുണ്ട്. അത് എന്തായാലും അങ്ങനെ ഒരു സെപ്റ്റി ടാങ്ക് എന്ന് വിളിക്കേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടാണ് നമ്മൾ അങ്ങനെ വിളിക്കണമെങ്കിൽ കുഴപ്പമില്ല. പുറത്തുള്ള കാര്യങ്ങൾ വെച്ചിട്ട് രേണുവിനെ അങ്ങനെ ഒരു മോശമായ രീതിയിൽ ആ ഒരു പേര് കൊടുത്തതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ഈ ഒരു കാര്യത്തിൽ ഞാൻ രേണുവിൻ്റെ ഒപ്പമാണ്. രേണു നൂറയോട് സങ്കടം പറയുന്നുണ്ട്. എന്തായാലും ഞാനൊരു വിധവയല്ലേ, എന്നെ ഇങ്ങനെ പറയാമോ എന്നൊക്കെ. ഒരു സിംഗിൾ മദർ ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ട് എന്നെ എത്ര കേട്ടിട്ടായിരിക്കും, എന്തൊക്കെ കാര്യങ്ങൾ കേട്ടിട്ടായിരിക്കും. ഭർത്താവ് ഉപേക്ഷിച്ച് പോയ ഭാര്യമാർ മക്കൾ എത്ര കഷ്ടപ്പെട്ടായിരിക്കും വളർത്തുന്നത്, ഭർത്താവ് മരിച്ചു പോയവർ എത്ര കഷ്ടപ്പെട്ടായിരിക്കും വളർത്തുന്ന. എങ്ങനെ വന്നാലും ഇവർക്ക് ഇങ്ങനെയുള്ള മോശമായ വാക്കുകളൊക്കെ കേൾക്കേണ്ടി വരും, അതൊക്കെ മനസ്സിലാക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഇരുന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ പേര് വിളിച്ചത് ഒട്ടും ശരിയായില്ലെന്നാണ് തോന്നുന്ന. പിന്നെ ഇതൊരു ഗെയിമാണ്, നമുക്ക് ഗെയിമിനെ ഗെയിമായിട്ട് തന്നെ എടുക്കാം. ഇത് ആരും ഉള്ളിലേക്ക് എടുക്കാതെ ഇതിനൊരു ഗെയിമായിട്ട് എടുത്താൽ മതി, അവിടെ പ്രശ്നം തീരും. അപ്പാനി ശരത്തും കൂടി ഇരുന്ന് അങ്ങനെ ആരെയോ ടാർഗറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്ഥലത്തേക്ക് നമ്മൾ ഷാനവാസ് കയറി വരുന്നുണ്ട്. അക്ബർ ഷാനവാസിനെ ഒന്ന് ചൊറിയുന്നുണ്ട്. രുദ്രനായിട്ട് വരേണ്ട ആളായിരുന്നു, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയുന്നുണ്ട്. നീ പോടാന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഷാനവാസ് ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല. ഷാനവാസ് ഒറ്റയ്ക്ക് നിന്നാണ് കളിക്കുന്നത്. ബാക്കിയുള്ള പുരുഷന്മാരൊക്കെ കുറച്ച് ഗ്രൂപ്പായിട്ട് ചേർന്ന് നിന്ന് കളിക്കുന്നുണ്ട്. പക്ഷേ ഷാനവാസിൻ്റെ കളി ഇനി കാണാനിരിക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു. കാരണം നമുക്കത് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീട് വീക്കിലി ടാസ്ക് വരുന്നുണ്ട്. വൈകുന്നേരം ആയപ്പോഴേക്കും വീക്കിലി ടാസ്ക് വരുന്നുണ്ട്. അത് പുറത്തൊരു ബോക്സിൽ കോയിൻസ് വെച്ചിട്ടുണ്ട്. റെഡ്, ബ്ലാക്ക്, ഗോൾഡ്, ഇങ്ങനെ 3 കോയിൻസ് ഉണ്ട്. റെഡ് ആണെങ്കിൽ കുഴപ്പമില്ല, ബ്ലാക്ക് ആണെങ്കിൽ പണിയാണ്, കോയിൻ ആണെങ്കിൽ കൂടുതൽ നമുക്ക് ബെനിഫിറ്റ് ഉള്ളതാണ്, പ്രത്യേകം ഒരു പവറൊക്കെ കിട്ടുന്ന ഒരു കോയിനാണ് ഗോൾഡ്. അങ്ങനെ ആ ഗോൾഡ് കോയിൻ അത് ആരെ കയ്യിലൊക്കെ ഉണ്ടോ അതിനനുസരിച്ചാണ് മറ്റുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. ആ ടാസ്ക് നടത്തുന്നു. ടാസ്കിൽ ഗോൾഡ് കിട്ടുന്നത് അക്ബറിനാണ്, ബ്ലാക്ക് കിട്ടുന്നുണ്ട്, റെഡ് കിട്ടുന്നുണ്ട്, കിട്ടാത്തവരുമുണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ആർക്കൊക്കെ കിട്ടി ആർക്കൊക്കെ കിട്ടിയില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അക്ബറിന് ഗോൾഡ് കോയിൻ കിട്ടിയതുകൊണ്ട് അക്ബറിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു സൂപ്പർ പവർ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് നേരിട്ട് ഒരാളെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം ഉണ്ടാകും. പക്ഷേ ഇനി ഒരു ടാസ്കും കൂടി, ഇത് തന്നെ കോയിൻ്റെ ഒരു ടാസ്കും കൂടി ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ ആ ടാസ്ക് നടത്താൻ വിടണം. ആ ടാസ്കിൽ ആ വ്യക്തി അവിടെയുള്ള ഗോൾഡ് കോയിൻ കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സൂപ്പർ പവർ കിട്ടുള്ളൂ, അല്ലെങ്കിൽ പണി കിട്ടും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അപ്പോൾ അക്ബർ എന്നോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരാളെ തിരഞ്ഞെടുക്കാം, ആ തിരഞ്ഞെടുക്കുന്ന ആൾ പോയി ഗോൾഡ് കോയിൻ എടുത്തുകൊണ്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക്, അതായത് അക്ബറിന് ഒരു സൂപ്പർ പവർ കിട്ടും, ഒരാളെ നേരിട്ട് നോമിനേറ്റ് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ അക്ബർ ഒരാളെ റെപ്രസെൻ്റ് ചെയ്ത് വിടുന്നത് ആര്യയാണ്. ആര്യയും പിന്നെ നേരത്തെ കോയിൻ കിട്ടാത്തവരും തമ്മിലുള്ള മത്സരമാണ്. അതിൽ ആര്യക്ക് ഗോൾഡ് കോയിൻ കിട്ടുന്നുണ്ട്, പക്ഷേ ബാഗിലേക്ക് ഇടുന്ന തിരക്കിൽ അത് നിലത്ത് വീഴുകയും അത് നമ്മുടെ ഷാനവാസ് കൈയടക്കുകയും ചെയ്തു. ഷാനവാസിനോട് ആര്യ ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ബാഗിൽ ഇട്ടതാണ്, പക്ഷേ അത് മിസ്സായിപ്പോയതാണ്, തരുമെന്ന് പറയുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, അത് ബിഗ് ബോസ് പറയുകയാണെങ്കിൽ ഞാൻ തരാം, കുഴപ്പമില്ല, അല്ലെങ്കിൽ എൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അതല്ലാതെ ആദ്യം ടാസ്ക് ചെയ്തപ്പോൾ ബ്ലാക്ക് കിട്ടിയവർക്ക് ഒരു പണിയുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. ആ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പണിക്കൊക്കെ പോകുമ്പോൾ സാധനങ്ങളൊക്കെ സിമെൻ്റൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടിയുടെ ഉള്ളിൽ ഒരാളിരിക്കുക, ഒരാൾ വായ മൂടി കിട്ടുക, ഒരാൾ കണ്ണ് കെട്ടുക. അങ്ങനെ ബിഗ് ബോസ് പറയുന്നവരെ ഇങ്ങനെ
ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞത്. അതിൽ വണ്ടിയിൽ ഇരിക്കുന്നത് അബിയും, വായ മൂടിക്കെട്ടിയിരിക്കുന്നത് റെനയും, അതുപോലെ കണ്ണു മൂടിക്കെട്ടിരിക്കുന്നത് അനീഷുമാണ്. ഇവർ രണ്ടുപേരും കൂടി നമ്മുടെ അബിയെ വണ്ടിയിലിരുത്തി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കണേന്. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ അനീഷ് പറയുന്നത് ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിലുള്ളവർ എങ്ങനെ ഇത് സഹിക്കണമെന്നാവോ. എന്തായാലും പുള്ളിയുടെ കയ്യിലൊരു ഗെയിമുണ്ട്, എത്ര നാൾ പോകുമെന്നറിയില്ല ഈ ഒരു മൈൻഡ് വെച്ചിട്ടുള്ള കളി. അത് നമുക്ക് വരും വീഡിയോസിലൊക്കെ കാണാം. അങ്ങനെ രണ്ടാമത്തെ ടാസ്കിൽ ഗോൾഡ് കോയിൻ ആര്യയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് ഷാനവാസിൻ്റെ അടുത്തെത്തുകയും ബിഗ് ബോസ് പറയുന്നുണ്ട് അത് ഷാനവാസിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, അത് ഷാനവാസിനുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സൂപ്പർ പവർ നഷ്ടപ്പെട്ടിട്ടുണ്ട് അക്ബറെ, അതുകൊണ്ട് അക്ബറും ആര്യയും കൂടി കൺഫ്യൂഷൻ റൂമിൽ വരാൻ പറയുന്നു. കൺഫ്യൂഷൻ റൂമിൽ ചെല്ലുമ്പോൾ പറയുന്നു നിങ്ങളിൽ ഒരാളെ നോമിനേറ്റ് ചെയ്യുക, നിങ്ങൾ തന്നെ പരസ്പരം നോമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ ഒരു ചെറിയ ചർച്ചയൊക്കെ നടക്കുന്നു. അവസാനം അക്ബർ പറയുന്നു ഓക്കെ ഞാൻ തന്നെ പോയിക്കോളാം, എന്നെ തന്നെ നോമിനേറ്റ് ചെയ്തോളാം എന്ന് പറയുന്നു. അവിടെ ആ പ്രശ്നം തീരുന്നു. എന്നിട്ടും വീണ്ടും രണ്ടാമത് നടന്ന ടാസ്കിൽ ബ്ലാക്ക് കിട്ടിയ അക്ബർ കണ്ണ് കിട്ടി, ഷാനവാസ് വായ മൂടി കിട്ടി, അനീഷ് ആ വണ്ടിയിലിരുന്ന്, ആ ഉന്തിക്കൊണ്ടുള്ള വണ്ടിയിലിരുന്ന് ആര്യ ആന നിൽക്കണ പോലെ, ആനക്കളി കളിക്കില്ല നമ്മൾ കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കണ പോലെ, അതുപോലെ ആന നിൽക്കണ പോലെ രണ്ട് കൈയും കുത്തി മുട്ടുകുത്തി നിന്നു. അങ്ങനെ ആ ഒരു പണി 7ൻ്റെ പണി അങ്ങനെ ബിഗ് ബോസ് കൊടുത്തു. ഇത്തവണ ബിഗ് ബോസ് സൂപ്പർ പണികളാണ് കൊടുക്കുന്നത്. ബിഗ് ബോസിൻ്റെ ടാസ്ക് എല്ലാം അടിപൊളിയാണ്, നിങ്ങൾ കാണേണ്ടത് തന്നെയാണ്. ഈ എപ്പിസോഡിൽ കുറച്ചേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് കാണുമ്പോൾ അതിൽ ഒരുപാടുണ്ട്, എപ്പിസോഡിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പിന്നീട് ബിഗ് ബോസ് പറയുന്നുണ്ട് ആ മതി, ഇന്നത്തെ ടാസ്ക് ഇത് തീർന്ന് ഇനി നാളെ മതി എന്ന് പറയുന്നുണ്ട്. പിന്നെ അവിടെ നമ്മുടെ അനുമോള് വീണ്ടും ചെന്നിട്ട് നമ്മുടെ അപ്പാനി ശരത്തിനോട് പറയേണ്ടത് നിങ്ങളിവിടെ ഗ്രൂപ്പിസമാണ്. അത് കറക്റ്റ് കാര്യമാണ്. ബോയ്സ് പുരുഷന്മാർ നന്നായിട്ട് അവിടെ ഗ്രൂപ്പിസം ഉണ്ട്. അപ്പോൾ അപ്പാനി ശരത്തിനോട് പറയുന്നുണ്ട് നിങ്ങളിവിടെ ഗ്രൂപ്പിസമായിട്ടാണ് നിൽക്കുന്നത്, നിങ്ങൾ ഒറ്റയ്ക്ക് കളിക്കണം എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്. അത് അപ്പാനി ശരത്തിന് കൊള്ളുന്നുണ്ട്. അപ്പാനി ശരത്ത് അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ട്. ദേഷ്യം വന്നിട്ടുണ്ട്. കാരണം അപ്പാനി ശരത്ത് എന്ത് വന്നാലും ഒരു ഗ്രൂപ്പിൽ ചെന്ന് അപ്പാനി ശരത്ത്, ആര്യ, അങ്ങനെ കുറച്ച് പേരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് പോലെ ഉണ്ടാക്കിയിട്ടാണ് അവർ കളിക്കുന്നത്. അപ്പോൾ അതിന് തകിടം മറിക്കാൻ വേണ്ടിയിട്ട് അനുമോള് പറയുന്നുണ്ട് ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം, അല്ലാതെ ഗ്രൂപ്പ് നിന്നിട്ടല്ല കളിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് അവിടെ ചെറിയ ചെറിയ ചർച്ചകളും വാക്ക് തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇന്നലെ രാത്രി ആ 4 പേരെ നമ്മൾ ഗാർഡനിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അവരെ കിടന്നുറങ്ങുമ്പോൾ ഒരാളെ അറിയാതെ എടുത്തുകൊണ്ട് പോയി ഒരു ചുമന്ന ഒരു സിഗ്നലിൽ വെക്കണമെങ്കിൽ അയാളെ പുറത്താക്കാമെന്ന് പറഞ്ഞല്ലോ. ശരിക്കും പറഞ്ഞാൽ ആ ബി ഹൗസിൽ നിൽക്കാൻ യോഗ്യത ഇല്ലാത്തവരെ പുറത്താക്കാൻ പറഞ്ഞേക്കണം. ആ 4 പേർക്കുമാണ് ശരിക്കുള്ള യോഗ്യത. അവരെ പേടിച്ചിട്ടാണ് മറ്റുള്ളവർ വോട്ട് ചെയ്ത് ഇവരെ പുറത്തേക്ക് ആക്കിയേക്കണത്. അപ്പോൾ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരാളെ തൂക്കിക്കൊണ്ട് പോയി നമുക്ക് അവിടെ നിർത്താമെന്നൊക്കെ പറഞ്ഞ് ബി ഹൗസിൻ്റെ ഉള്ളിലുള്ളവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അതെല്ലാം പൊട്ടി പാളീസായി പോകുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇന്ന് വീണ്ടും നാളെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. ബൈ ബൈ.